Hi everyone, welcome to our new YouTube channel Physics Corner. നമ്മുടെ ഈ ചാനൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് FYUGP ഫിസിക്സ് മേജർ സിലബസ് ആണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫിസിക്സിൽ മേജറിൽ ഫസ്റ്റ് സെമ്മിൽ മെക്കാനിക്സ് എന്ന് പറയുന്ന ഫിസിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ് പഠിക്കാനായിട്ട് വരുന്നത്. അതിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ് നമുക്ക് ഡീൽ ചെയ്യാനുള്ളത്. 4 ചാപ്റ്റേഴ്സാണ് സെം 1 സിലബസിലുള്ളത്. ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ, അപ്ലൈ ന്യൂട്ടൺസ് ലോ, വർക്ക് ആൻഡ് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ആൻഡ് എനർജി കൺസർവേഷൻ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിലേക്ക് തന്നെ കടക്കാം, ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ. അതിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് ഫോഴ്സസ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫോഴ്സസ്. ആദ്യം നമുക്ക് കോണ്ടാക്ട് ഫോഴ്സിനെ കുറിച്ച് പഠിക്കാം. 2 ഒബ്ജക്റ്റ് കോണ്ടാക്റ്റിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സാണ് കോണ്ടാക്ട് ഫോഴ്സസ്. ഇനി ഈ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത് 3 തരത്തിലുള്ളതുണ്ട്. നോർമൽ ഫോഴ്സ്, ഫ്രിക്ഷൻ ഫോഴ്സ്, ടെൻഷൻ ഫോഴ്സ്. ഇവ 3ഉം കോണ്ടാക്ട് ഫോഴ്സിൻ്റെ തന്നെ 3 രീതിയിലുള്ള ഫോഴ്സസ് ആണ്. നോർമൽ ഫോഴ്സിലേക്ക് നമുക്ക് കടക്കാം. ഇത് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. നമുക്ക് നോർമൽ ഫോഴ്സിലേക്ക് കടക്കാം. നോർമൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇതൊരു സർഫസ് ആണ്. ഈ സർഫസിൽ ഞാനൊരു റെക്ടാങ്കുലർ ബ്ലോക്ക് പ്ലേസ് ചെയ്തു. ഈ റെക്ടാങ്കുലർ ബ്ലോക്കിന് ആ സർഫസ് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അതിനാലാണ് ആ റെക്ടാങ്കുലർ ബോക്സ് ആ സർഫസിൽ ഇരിക്കുന്നത്. ആ ഫോഴ്സാണ് നോർമൽ. അതെപ്പോഴും സർഫസ് ഓഫ് കോണ്ടാക്റ്റിന് പെർപെൻഡിക്കുലർ ആയിട്ടിരിക്കുന്ന ഫോഴ്സ് ആയിരിക്കും. അത് നമ്മൾ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഒരു ബോഡി ഒരു സർഫസിൽ ഇരിക്കുന്നു. ആ ബോഡിക്ക് ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേണം നമ്മൾ നോർമൽ ഫോഴ്സ് ആരോ വരയ്ക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ N എന്ന് പറയുന്ന ഒരു സിമ്പലും ഇട്ട് കൊടുക്കാം. അത് നോർമൽ ഫോഴ്സ് എന്ന് കാണിക്കാനാണ്. ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ ഡയഗ്രാം വരച്ച് നമ്മൾ N അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ N എന്ന് പറയുന്നത് നോർമൽ ഫോഴ്സ് ആണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ സൈഡിലോ മറ്റോ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടിരിക്കണം. അപ്പോൾ ഈ ഡയഗ്രാം നമ്മൾ വരച്ചു, നോർമൽ ഫോഴ്സ് അടയാളപ്പെടുത്തി. ഇനി ഈ ഡയഗ്രാം തന്നെ നമുക്ക് വേറൊരു രീതിയിൽ വരയ്ക്കാം. ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് നമ്മൾ അതിനെ വിളിക്കും. ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുമ്പോൾ ഈ റെക്ടാങ്കുലർ ബോക്സ് നമുക്ക് വെറും ഒരു പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ പോയിന്റിൽ നോർമൽ ഫോഴ്സ് ഞാൻ ഇങ്ങനെ വരച്ചു. ഇതാണ് നോർമൽ ഫോഴ്സ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഫോഴ്സിലേക്ക് കിടക്കാം. അടുത്ത ഫോഴ്സ് എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് it is a force exerted on an object by a surface acts parallel to the surface in the direction that opposes sliding. എന്ന് വെച്ചാൽ ഒരു ബോക്സ് ഇങ്ങനെ നമ്മൾ ഈ ഭാഗത്തേക്ക് ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൂവ്മെന്റ് എന്തായാലും നമുക്കറിയാം, നമ്മൾ എങ്ങോട്ടാണോ ഫോഴ്സ് കൊടുക്കുന്നത് അങ്ങോട്ടായിരിക്കും മൂവ്മെന്റ് ഉണ്ടാവുക. അപ്പോൾ ഇതിന്റെ മൂവ്മെന്റിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഒരു ഫോഴ്സ് സർഫസ് കൊടുക്കും. ആ ഫോഴ്സ് ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അത് ഓൾവേസ് ഓപ്പോസിറ്റ് ടു ദ ഫോഴ്സ് വി ആർ അപ്ലൈ. ഇതാണ് നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇതെപ്പോഴും നമ്മുടെ ബോഡിയുടെ മൂവ്മെന്റിനെ ഒപ്പോസ് ചെയ്യിക്കുന്ന ഒരു ഫോഴ്സ് ആണ്. ഇനി നമുക്ക് അടുത്ത ഫോഴ്സ് ആയിട്ടുള്ള ടെൻഷനിലേക്ക് കിടക്കാം. ടെൻഷൻ ഫോഴ്സ്. ടെൻഷൻ ഫോഴ്സിൽ the pulling force exerted by a stretched rope or cord on an object to which it's attached is called tension force. ടെൻഷൻ ഫോഴ്സിൽ നമ്മൾ പറയുന്ന ബോഡീനെ ഒരു കോഡോ സ്ട്രിങ്ങോ വെച്ച് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് ഒരു റോപ്പാണ്. ഈ റോപ്പിൽ നമ്മളൊരു ബ്ലോക്ക് ഹാങ് ചെയ്തേക്കാണ്. ഈ ബ്ലോക്കിന് ഈ റോപ്പ് കൊടുക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. അതാണ് ടെൻഷൻ ഫോഴ്സ്. അത് മുകളിലേക്കായിരിക്കും നോർമൽ പോലെ തന്നെ. അത് റോപ്പ് കൊടുക്കുന്ന ഒരു ഫോഴ്സാണ് ടെൻഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ഫോഴ്സാണ് നമ്മുടെ കോണ്ടാക്ട് ഫോഴ്സിൽ നിന്നും മാറിയിട്ടുള്ള ഒരു ഫോഴ്സാണ് നമ്മുടെ വെയിറ്റ്. വെയിറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ദാറ്റ് എർത്ത് എക്സേർട്സ് ഓൺ യുവർ ബോഡി ഈസ് കോൾഡ് യുവർ വെയിറ്റ്. അതാണ് വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു ബോഡിയുടെയും വെയിറ്റ് നമ്മൾ വരയ്ക്കുമ്പോൾ ഹാങ് ചെയ്തിട്ടേക്കുന്ന ബോഡി ആണെങ്കിൽ നമ്മൾ താഴത്തോട്ട് വരയ്ക്കും. ഈവൻ സർഫസിലിരിക്കുന്ന ബോഡി ആണെങ്കിലും നമ്മൾ വെയിറ്റ് വരയ്ക്കുന്നത് താഴത്തോട്ടായിരിക്കും. ഇതാണ് നമ്മുടെ വെയിറ്റ്.
അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോർഷൻ കംപ്ലീറ്റ് ആയി. 4 kinds of forces നമ്മൾ പഠിച്ചു. നോർമൽ ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ്, ടെൻഷൻ ഫോഴ്സ്, വെയിറ്റ്. ഈ 4 ഫോഴ്സസും പ്രോബ്ലംസ് ചെയ്യാനായിട്ട് നമുക്ക് വളരെ ആവശ്യമുള്ളൊരു ഫോഴ്സസ് ആണ്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കുക. ഡയറക്ഷൻ കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്ക് ഡയഗ്രാംസ് ഒക്കെ വരയ്ക്കാൻ കഴിയുള്ളൂ. അടുത്ത ടോപ്പിക്കാണ് സൂപ്പർ പൊസിഷൻ ഓഫ് ഫോഴ്സസ്. ഈ സൂപ്പർ പൊസിഷൻ ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇത്രയേ ഉള്ളൂ. ഒരു ബോഡിയുടെ സെയിം പോയിന്റിലേക്ക് സെയിം ടൈമിൽ 2 ഫോഴ്സസ്, ഇപ്പോൾ നമുക്ക് F1 F2 ഈ 2 ഫോഴ്സസ് ആണ് ആക്ട് ചെയ്യുന്നത്. ഈ 2 ഫോഴ്സസ് ഒരു ബോഡിയുടെ സെയിം പോയിന്റിലേക്ക് സെയിം ടൈമിൽ ആക്ട് ചെയ്യുമ്പോഴുണ്ടാകുന്ന ആ ബോഡിക്ക് ഉണ്ടാകുന്ന ഒരു മൂവ്മെൻറ്റ്, ഇതിൻ്റെ സെയിം ഇഫക്റ്റ് R എന്ന് പറയുന്ന ഫോഴ്സിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ R എന്ന് പറയുന്ന ഫോഴ്സ് വെക്റ്റർ സം ഓഫ് ദീസ് 2 ഫോഴ്സസ് F1 and F2. ഓക്കെ, ഇത്രയേ ഉള്ളൂ സൂപ്പർ പൊസിഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. എൻ്റെ ഡെഫിനിഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എനി നമ്പർ ഓഫ് forces applied at a point on an object have the same effect as a single force equal to the vector sum of the forces. Superposition of force. Okay. ഇനി ഇപ്പോൾ ഇവിടെ ഈ ഒരു ഡയഗ്രാം നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. O എന്ന് പറയുന്ന പോയിന്റിലേക്ക് ആക്ട് ചെയ്യുന്ന 2 ഫോഴ്സ് ആണ് F1 and F2. റിസൾട്ടൻറ്റ് ഫോഴ്സ് ആണ് R. ഓക്കെ, ഇനി നമുക്ക് വേറെ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ചാപ്റ്ററിൽ മാത്രമല്ല അടുത്ത ചാപ്റ്ററിലെയും പ്രോബ്ലംസ് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ XY ആക്സിസ്. നെഗറ്റീവ് X ആക്സിസിലാണോ വരുന്നത് ഫോഴ്സ്, അതുപോലെ നെഗറ്റീവ് Y ആക്സിസിലാണോ, പോസിറ്റീവ് Y ആക്സിസിലാണോ, പോസിറ്റീവ് X ആക്സിസിലാണോ, ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ. ഇനി നമുക്ക് ഇതിലെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അതുമാത്രമല്ല അതിനു മുന്നേ ഈ റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്ന Rന് കമ്പോണൻസ് ഉണ്ടാകാം. RX, RY പോലത്തെ കമ്പോണൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് റിസൾട്ടൻറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, RX, RY എന്ന് പറയുന്ന 2 കമ്പോണൻ്റ് എടുത്തു കഴിഞ്ഞാൽ RX എന്ന് പറയുന്നത് X ആക്സിസിൽ ഏതൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടോ ആ ഫോഴ്സസുകളുടെ ഒക്കെ സമ്മാണ്. RX ഈക്വൽ ടു summation of Fx. RY equal to sum of forces acting on Y axis. Y ആക്സിസിൽ ഏതൊക്കെ ഫോഴ്സസ് ആക്ട് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ സമ്മാണ് RY എന്ന് പറയുന്നത്. RX എന്ന് പറയുന്നത് X ആക്സിസിൽ ആക്ട് ചെയ്തിട്ടുള്ള ഫോഴ്സസുകളുടെ ഒക്കെ സമ്മാണ്. ഇനി റിസൾട്ടൻ്റ് R കണ്ടുപിടിക്കാൻ ജസ്റ്റ് R ഈക്വൽ ടു റൂട്ട് ഓഫ് RX സ്ക്വയർ പ്ലസ് RY സ്ക്വയർ ചെയ്താൽ നമുക്ക് ഇതിൻ്റെ റിസൾട്ടൻ്റ് കിട്ടും. ഇനി നമുക്ക് ഒരു പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഈ പ്രോബ്ലത്തിലെ ഫിഗർ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഫിഗറാണ് ഈ തന്നിരിക്കുന്നത്. നമുക്ക് F1 50 ന്യൂട്ടൺ ആയിട്ടും അതുപോലെ F2 120 ന്യൂട്ടൺ ആയിട്ടും F3 250 ന്യൂട്ടൺ ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാകും F1 എന്ന് പറയുന്നത് X ആക്സിസിൽ, അതും പോസിറ്റീവ് X ആക്സിസിലാണ് തന്നിരിക്കുന്നത്. F2 എന്ന് പറയുന്നത് നെഗറ്റീവ് Y ആക്സിസിലാണ് തന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഈ ഫോഴ്സസുകളുടെ സൈൻ എന്തായാലും നെഗറ്റീവും പോസിറ്റീവും വ്യത്യാസം വരും. അപ്പോൾ Y ആക്സിസിൽ ആക്ട് ചെയ്തിട്ടുള്ള F2 120 ഫോഴ്സ് ആണെങ്കിൽ -120 ന്യൂട്ടൺ ആയിരിക്കും നമുക്ക് F2 എന്ന് പറഞ്ഞ് എഴുതേണ്ടി വരാം. F1 എന്ന് പറയുമ്പോൾ പോസിറ്റീവാണ്. സോ F1ൽ 50 ന്യൂട്ടൺ, സോ 50 ന്യൂട്ടൺ എന്ന് നമുക്ക് എഴുതാം. ഇനി ഇവിടെ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത് നമ്മുടെ F3ക്കാണ്. അപ്പോൾ F3യുടെ 2 കമ്പോണൻസ് ഇവിടെ തന്നിട്ടുണ്ട്, F3y ആൻഡ് F3x. F3y, F3x. ഓക്കെ, അപ്പോൾ ഈ റിസൾട്ടൻറ്റ് ഫോഴ്സ് ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കുന്നത്. റിസൾട്ടൻറ്റ് ഫോഴ്സ് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ RX, RY ചേർന്നതായിരിക്കും നമ്മുടെ റിസൾട്ടൻറ്റ് ഫോഴ്സ്. അതുപോലെ നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് ഓൾറെഡി തന്നിട്ടുണ്ട്. RX, RY നമുക്ക് കിട്ടും. അതിൽ നിന്ന് വേണം നമുക്ക് റിസൾട്ടൻറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട്. ഇവിടെ നിന്ന് നമുക്ക് F2, F1 ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് F3xും F3yയും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ RX, RY കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്കിനി F3x, F3yയുടെ കാൽക്കുലേഷനിലേക്ക് പോകാം. F3x സ്ഥിതി ചെയ്യുന്നത് നെഗറ്റീവ് X ആക്സിസിലും F3y പോസിറ്റീവ് Y ആക്സിസിലുമാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറിൻ്റെ കൂടെ നെഗറ്റീവ് ഇട്ടാലേ നമുക്ക് F3x കിട്ടുള്ളൂ.
ഇതിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രയാങ്കിൾ, ഇതിനെ നമുക്കൊരു ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. F3y ആണ് ഇത്. ഓക്കെ, അപ്പം നമുക്ക് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഇവിടെ യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇവിടെ നമുക്ക് F3 ഇൻറ്റു sin 53 നമുക്ക് F3y തരുന്നു. ട്രയാങ്കിൾ വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്താൽ സംഭവം മനസ്സിലാവും. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് വെച്ച് സോൾവ് ചെയ്യണം. F3 cos 53 നമുക്ക് -F3x തരും. മൈനസ് വരാനുള്ള കാരണം പറഞ്ഞു, നെഗറ്റീവ് എക്സ് ആക്സിസിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവർ ഓൾറെഡി ഇവിടെ ചെയ്തിട്ടുണ്ട്. 250 ന്യൂട്ടൺ ആണ് F3 എന്ന് പറയുന്നത്. cos 53 ഇട്ട് നമുക്ക് -150 കിട്ടി. ഇവിടെ F3y എന്ന് പറയുന്നത് 250 ന്യൂട്ടൺ, sin 53 200 ന്യൂട്ടൺ കിട്ടി. ഇനി നമുക്ക് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഉള്ള വാല്യൂസ് എല്ലാം കിട്ടി. ഇനി നമുക്ക് RXും RYയും കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. RX എന്ന് പറയുന്നത് സം ഓഫ് ഓൾ ഫോഴ്സസ് ഇൻ എക്സ് ആക്സിസ്. അപ്പോൾ ഇവിടെ F1x എന്ന് വെച്ച് കഴിഞ്ഞാൽ F1 തന്നെയാണ് 50 ന്യൂട്ടൺ, F2x ഇല്ല, F3x ഉണ്ട് -50 ന്യൂട്ടൺ. F2x എന്ന് പറയുന്നത് രണ്ടാമത്തെ ഫോഴ്സിന് എക്സ് ആക്സിസിൽ കമ്പോണന്റ് ഇല്ല, അതിന് വൈ ആക്സിസിൽ മാത്രമേ കമ്പോണന്റ് ഉള്ളൂ, അതുകൊണ്ടാണ് ഇവിടെ 0 വന്നത്. F3x നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് 150, അങ്ങനെ നമുക്ക് -100 ന്യൂട്ടൺ ആണ് കിട്ടിയത്. ഇനി RY എടുക്കുകയാണെങ്കിൽ F1y, ഫസ്റ്റ് ഫോഴ്സിന് വൈ ആക്സിസിൽ കമ്പോണന്റ് ഇല്ല, എക്സ് ആക്സിസിൽ മാത്രമേ ഉള്ളൂ. സോ ഫസ്റ്റ് ഫോഴ്സിന് വൈ ആക്സിസിലെ കമ്പോണന്റ് 0 ആയിട്ട് കാണണം. സെക്കൻഡ് ഫോഴ്സിന്റെ അറിയാം 120 ആണ്, അത് കിടക്കുന്നത് മൈനസ് വൈ ആക്സിസിൽ, നെഗറ്റീവ് വൈ ആക്സിസിലായതുകൊണ്ട് തന്നെ 120 ന്യൂട്ടൺ. ഇനി F3y എന്ന് പറയുന്നത് 200 ന്യൂട്ടൺ, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ച ഫോഴ്സ്. അങ്ങനെ നമുക്ക് 80 ന്യൂട്ടൺ കിട്ടി. ഇനി അവരുടെ സ്ക്വയർ എടുത്ത് സം എടുത്ത് റൂട്ട് എടുക്കണം. അതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു നേരത്തെ. റിസൾട്ടന്റ് മാഗ്നിറ്റ്യൂഡ് ഓഫ് R കണ്ടുപിടിക്കണമെങ്കിൽ √RX² + RY² = √−100 ന്യൂട്ടൺ ഹോൾ സ്ക്വയർ + 80 ന്യൂട്ടൺ ഹോൾ സ്ക്വയർ = 128 ന്യൂട്ടൺ. അപ്പം നമുക്ക് ഇവിടുന്ന് നമ്മുടെ ടോട്ടൽ ഫോഴ്സ്, റിസൾട്ടന്റ് ഫോഴ്സ് നമുക്ക് കിട്ടി. ഇതാണ് നമുക്കിതിൽ കണ്ടുപിടിക്കാനുണ്ടായിരുന്നത്. ഇനി നമുക്ക് സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ എന്താണെന്ന് മനസ്സിലായല്ലോ. The net force is the vector sum of all the individual forces that acts on the body. അതാണ് ഈ ക്വസ്റ്റ്യനിലൂടെ നമുക്ക് ക്ലിയർ ആക്കി തന്നത്. ഇവിടെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 അല്ല, അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ 0 ആയിട്ട് വരുന്നില്ല. ഇനി നമ്മൾ പതിയെ ന്യൂട്ടൺ ലോസിലേക്ക് കടക്കാണ്. ന്യൂട്ടൺ ഫസ്റ്റ് ലോ, ന്യൂട്ടൺ സെക്കൻഡ് ലോ, ന്യൂട്ടൺ തേർഡ് ലോ, ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീൽ ചെയ്യാം. താങ്ക് യു.